ആ BJPയിലേക്ക് വരുമ്പോൾ അതിന്റെ ഗുണം എപ്പോഴും ഇടതുപക്ഷം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തീർച്ചയായും അടുത്ത ഊഴവും സാക്ഷാൽ പിണറായി തന്നെ ഇവിടെ ഭരിക്കും. അതിനുള്ള എല്ലാം തെളിഞ്ഞു വരിക. പിണറായിക്ക് പകരം വേറെ ഒരു പിണറായി ഇവിടെ ഭരിക്കാൻ ഇടതുപക്ഷത്തിനില്ല. അത് മോഹിച്ച് വേറെ അത് പൊളിറ്റിക് ബ്യൂറോ പറയണം ഇനി പിണറായി വേണ്ട വേറൊരാളിരിക്കട്ടെ എന്ന് സീറ്റ് കിട്ടി കഴിഞ്ഞിട്ട് വെച്ചിട്ട് വേറെ ആരെങ്കിലും പ്രേതങ്ങളെ കൊണ്ട് വെച്ചാലുണ്ടല്ല. കാരണം 6 നില പൊട്ടിത്തെറി. ഇന്ന് എല്ലാത്തിനെയും കൂട്ടി ഇണക്കി കൊണ്ടുപോകാനും അതുപോലെ ആജ്ഞാശക്തിയും അഡ്മിനിസ്ട്രേറ്റീവ് കപ്പാസിറ്റിയും ഉള്ളത് ഇന്ന് പാർട്ടിയിൽ ഒറ്റ ആളെയാണ്, പിണറായി വിജയൻ മാത്രം. ഇതെല്ലാം പറയും ഏകാധിപതിയാണ്. ചില കാര്യങ്ങളിലെ ഏകാധിപത്യം ജനാധിപത്യത്തിന് അനിവാര്യമാണ്. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഏകാധിപത്യത്തിന് വിധേയമായിട്ടുള്ളതായിരിക്കണം ഏകാധിപത്യം. അതുകൊണ്ട് നിങ്ങളെല്ലാം ഒരുപാട് മെനക്കെടണ്ട. പിണറായിയെ ചീത്ത പറഞ്ഞേണ്ട കാര്യമില്ല. ഇടതുപക്ഷം തന്നെ അടുത്ത് ഭരിക്കും. അത് നമ്മളാരെയും കൊണ്ടല്ല, മറുഭാഗം ബലഹീനമാണ്. സ്ഥാനങ്ങളെല്ലാം പലതും കൊടുക്കുമ്പോൾ ഘടകകക്ഷികൾക്കെല്ലാമായിട്ട് നിൽക്കുന്നവർക്കെല്ലാം അത് ഇടതുപക്ഷത്തെ കണ്ടുപിടിക്കും. ഇടതുപക്ഷത്തിലെ നിങ്ങൾ കണ്ടില്ലേ, ചെറിയ പാർട്ടിക്ക് പോലും കടന്നപ്പള്ളി രാമചന്ദ്രൻ അദ്ദേഹം ഒറ്റ ആളും ഒറ്റ MLA ആണ്, ഒരു മന്ത്രിയാക്കില്ലേ. 6-4 ലക്ഷമുള്ള മകൻ ഇത് നന്ദിക്ക് അവസാന കാലത്തെങ്കിലും ഒരു ചതിവ് ചെയ്തതിനുള്ള പ്രതിഫലമാണല്ലോ. അവസാന കാലത്തിട്ടാണെങ്കിലും മന്ത്രിയാക്കി കൊടുത്തില്ലേ. അതുപോലെ NCP ആകെ ഒരു B ഇല്ല അതിനകത്ത്, എന്നിട്ടും മന്ത്രിസ്ഥാനം കൊടുത്തില്ല. അങ്ങനെ അവിടെ ഘടകകക്ഷിയായിട്ട് നിൽക്കുന്ന എല്ലാവർക്കും മന്ത്രിയാകുന്ന കോർപ്പറേഷൻ കൊടുക്കും. ഒരു 10 കൊല്ലം പുറകെ നടക്കുന്ന ആണ് ഇവിടുത്തെ BDJs. അവർക്കൊരു പരിഗണനയും പരിരക്ഷയും കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അത് ശരിയാണ്. അവർ കാണിക്കുന്നത് തെറ്റ് തന്നെയാണ്. 10 വർഷം BDJസിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായി നഷ്ടമല്ല. മുടക്കുണ്ടായിട്ട് വേണ്ട നഷ്ടം പറയാൻ. നഷ്ടവും ലാഭവും അല്ല പറയുന്നത്, മുടക്കുണ്ടെങ്കിലല്ല നഷ്ടവും പറയേണ്ടത്. അവർക്ക് അധികാരത്തിൽ ഇരുന്നപ്പോൾ ഇത്രയും കൊല്ലം BJP ഭരിച്ചിട്ട് പോലും കേരളത്തിൽ ഘടകകക്ഷികൾ വരണ്ടേ. അതല്ലാതെ ഈ പറഞ്ഞ ക്രിസ്ത്യാനികളെ 5 പേരാ, അത് യഥാർത്ഥ പിൻബലമുള്ള ആളുകളെ ക്രിസ്ത്യാനികൾക്ക് തന്നെ പിൻബലമുള്ള ക്രിസ്ത്യാനികളെ മന്ത്രിയാക്കി. ഇതൊന്നുമില്ല. PC ജോർജ് അല്ല, PC തോമസിനാക്കി. അദ്ദേഹം വന്ന് അദ്ദേഹം അതുവഴി പോയി. അണ്ണന്താനം വന്നിട്ട് എങ്ങനെ പോയെന്ന് ആർക്കും അറിയാൻ പറ്റില്ല. ഇപ്പൊ ഒരാളെ കൊണ്ടുവന്നിട്ടുണ്ട്. അതൊന്നും ക്രിസ്ത്യൻ സമുദായം അംഗീകരിക്കുന്നവരല്ല. ഇങ്ങനെ പോയ ചിലരെല്ലാം കേൾക്കും. പിന്നെ എല്ലാം കൂടെ അടിച്ചെടുക്കാന്ന് പറഞ്ഞ PC ജോർജ്, അതാണെങ്കിൽ ഒരു വീസായ ബൾബാണ് PC ജോർജ് എന്ന് പറയുന്നത്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പോടെ BDJs മറ്റൊരു മുന്നണിയിലേക്ക് മാറുന്നതാണ് നല്ലത് എന്നല്ലേ അതൊക്കെ അവര് തീരുമാനിക്കും. അങ്ങനെ പറയാൻ ഞാൻ ആളല്ല, അങ്ങനെ ഞാൻ പറയത്തുമില്ല. പിന്നെ സ്ഥാനം കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ചാടി ഇങ്ങോട്ടും ചാടി നടക്കുന്നതല്ല. അവര് സ്ഥാനത്തിനല്ല, അവര് പറയേണ്ട കാര്യങ്ങൾ പറയേണ്ടടുത്ത് പറയാനും അത് ചെയ്യേണ്ടവർ ചെയ്യിക്കാനും അവർ സാധിക്കും. അതുകൊണ്ടല്ല കേരളത്തിൽ എന്തുകൊണ്ടാണ് BJP വളരാത്തത്? ഗ്രൂപ്പാണ് വളരുന്നത്, പാർട്ടി വളരുന്നില്ല.